ഓണാക്കില്ലായിരുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഒരു ചെറിയ വീഡിയോ ആണ്, നമ്മൾ ചെറിയൊരു യാത്ര ചെയ്യുന്ന അന്നേരം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അന്നേരം നമ്മൾ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അന്നേരം ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ വലിയ മഴക്കാറൊന്നുമില്ല, രാവിലെ തന്നെ വലിയ മഴക്കാറൊന്നും കാണുന്നില്ല. വേണ്ട, അത്യാവശ്യം ഇപ്പം ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുന്നത്. ആ സമയത്തേ ഉണ്ടാവുള്ളൂ, രാവിലെ ഉണ്ടാവുള്ളൂ. ഉച്ച കഴിഞ്ഞ് നല്ല വെയിലായിരിക്കും. അങ്ങനെ ഇവിടുന്ന് ഇച്ചിരി പോകാനുണ്ട്. ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വേറെ അധികം വണ്ടികളൊന്നും വരാത്തതുകൊണ്ട് പിന്നെ വേറെ വലിയ സീനൊന്നുമില്ല. ഇതുണ്ട്, നല്ല സ്ഥലമാണ്. ഒറ്റ വണ്ടികൾ അങ്ങനെ ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ, ഓരോ ടൂ വീലറോ അല്ല ചില കല്ലുവണ്ടിയോ അങ്ങനത്തെ വണ്ടികളൊക്കെ വരുള്ളൂ. അല്ല സ്ഥിരം എനിക്ക് ഇപ്പം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമല്ല. ഈ സൈഡൊക്കെ കണ്ടില്ലേ, ഈ ലെഫ്റ്റ് റൈറ്റൊക്കെ കണ്ടില്ലേ, ആ മറ്റേ ഈ എന്താ പറയുക, നമ്മുടെ ഈ റബ്ബർ തോട്ടമൊക്കെ, അതിലേക്കൂടെയൊക്കെ ഞാൻ ഈ മയിലിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. മയിലിൻ്റെയൊക്കെ കുറേ കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഉണ്ട് അവിടെ. ഇപ്പം മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നത്, അതിനൊന്നും അധികം അങ്ങനെ കാണത്തില്ല. അങ്ങനെ ഇപ്പം വണ്ടിയിൽ കയറി കേട്ടോ, വണ്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഏകദേശം നമുക്ക് ഇന്ന് കുറച്ച് ലോങ് റൂട്ടാണ് കേട്ടോ. എത്ര ഇതായി പോയാലും നമ്മൾ വരുമ്പോൾ ഒരു സമയമാകും, താമസിച്ച് പോകും. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി പഴയ വണ്ടിയാണ്. ഇതിൻ്റെ എൻജിൻ്റെ ചൂടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. AC കാര്യം ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്, പഴയ വണ്ടിയല്ലേ. അന്നേരം ഫാനൊന്നുമില്ല, നല്ല ചൂടടിക്കും. ഇപ്പോഴാണ് ഇച്ചിരി വലിയ ആശ്വാസമുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മഴ ഇതൊക്കെ വന്നോണ്ടേ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റില്ല, വിയർത്ത് ഒലിക്കും നമ്മൾ ശരിക്കും. നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും അടുത്ത് പോവും. അങ്ങനെ പരിപാടിയായി. ഞാൻ പിന്നെ ഒരു ലോട്ടറി എടുത്തു. എന്നാ വെച്ചിട്ട് അങ്ങനെ ലോട്ടറി എടുക്കല ആളൊന്നും അല്ല ഞാൻ. പിന്നെ കൂടെ വരുന്ന പുള്ളിക്കാരൻ അങ്ങനെ എടുക്കും. പുള്ളി പറയും, എടാ ലോട്ടറി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വണ്ടിയെങ്കിൽ ഒരു വണ്ടി എടുക്കാമല്ലോ, അതിന് സ്വന്തമായിട്ട് ഓടാലോ. മറ്റുള്ളവർ ഇപ്പം എന്തെങ്കിലും നമുക്ക് ലീവോ കാര്യങ്ങളോ എടുക്കാൻ എന്തായാലും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചം കിട്ടുമെന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും എടുക്കാൻ തുടങ്ങി. നമ്മൾ എത്ര പൈസ അത് ഇതെല്ലാം മേടിച്ച് കളയാം. അന്നേരം ഒരു 40 രൂപയെങ്കിൽ 40 രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ അങ്ങ് എടുക്കുന്ന. അങ്ങനെ ഇതൊക്കെ എടുത്ത്, ഇത് ഇച്ചിരി ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മൾ കുറേ ഇങ്ങനെ കൊടുത്തു, എന്താ പറയുക, കുറേ ഓർഡർ ഉണ്ടാവും. അവിടുന്ന് ഓരോ സപ്ലൈ ചെയ്താണ് പോകുന്നത് ഓരോ സൈഡിൽ. ഇപ്പം ഞാൻ മെയിനായിട്ട് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മഴക്കാലത്ത് എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. അതെന്നു വെച്ചാൽ സ്ലിപ്പാകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ മെയിനായിട്ട് ഈ കല്ലും വണ്ടി, അതായത് നമ്മളിപ്പോൾ ട്രിപ്പ് പോകുന്നുണ്ട് നമുക്കറിയാം, മെയിനായിട്ട് കല്ലും വണ്ടി അതിൻ്റെ ഫ്രണ്ടിലൊന്നും കൊണ്ട് സഡൻ വെക്കാതിരിക്കുക. ഇപ്പം വണ്ടിയൊക്കെ കയറ്റം കയറുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലൊന്നും കൊണ്ട് നിർത്താതിരിക്കുക. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ ചവിട്ടി കയറ്റാൻ വേണ്ടിയിട്ട് ഫസ്റ്റിലിട്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറേ ഉണ്ടായിരുന്നു, കുറേ വീഡിയോ ഒന്നും അങ്ങനെ ഫുള്ള് ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഏകദേശം ഫുഡ് കഴിക്കാനുള്ള സമയമായേ, നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാം. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുവേ, പിന്നെ പുള്ളി എന്നെ ഹോട്ടലിൽ നിന്ന് കഴിക്കുവേ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ മുട്ടയുണ്ട്, കടലക്കറിയുണ്ട്, പിന്നെ എന്തോ മുട്ടയും കടലക്കറിയും ഉപ്പിലിട്ട ക്യാരറ്റും പിന്നെ മറ്റേ മുളക് കൊണ്ടെന്ന് തോന്നുന്നത്, അതെല്ലാം കൂട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. കടലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വണ്ടി ഇരുന്ന് തന്നെ കഴിക്കുന്നത്. ഞാൻ കഴിക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക, ഫോണ് മെയിനായിട്ട് ഫ്രണ്ടിലുണ്ടാവും. എന്നാ വെച്ചാൽ ഈ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന കഴിക്കുന്നത്. അവിടെ ആ ചൂടുള്ള സമയത്ത് ഞാൻ പഴമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതും കഴിക്കാൻ നടക്കില്ല, വണ്ടിയിൽ കുറേ നേരം ഒന്നും വെക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാനൊരു പുതിയതായിട്ട് മേടിച്ചൊരു പാത്രം കേട്ടോ, കുറച്ച് ചൂട് നിൽക്കുന്ന. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോയാലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേന് അഴുക്കാവുന്നല്ല, കഴിക്കാൻ പറ്റില്ല. അതുപോലെ നല്ല കല്ല് പോലെ ഇരിക്കും. ഏതെങ്കിലുമൊക്കെ ഈ വണ്ടിയിൽ പോകുന്നവർക്കറിയാം, ഏതെങ്കിലുമൊക്കെ സമയത്തായിരിക്കും നമ്മൾ കഴിക്കുന്നത്. കറക്റ്റ് ടൈമിലൊന്നും അങ്ങനെ കഴിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേനും മഴ തുടങ്ങി കേട്ടോ. നല്ല മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഫുള്ള് ഡിലേ ആവും. ഫുള്ള് എന്താ പറയുക, വണ്ടി സ്ലോ ആവും, നമുക്ക് പതിയെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. സ്ലിപ്പാകുന്നതുകൊണ്ട്
ഇപ്പോൾ നമുക്ക് സ്പീഡിൽ പോയി ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, നമ്മൾ നേരേക്ക് അങ്ങ് പോകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറുന്ന സമയത്ത് തന്നെ മഴയത്ത് ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നാൽ അവന്മാർക്ക് ചവിട്ടാനും പറ്റത്തില്ല. ആ ബൈക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബാക്ക് വീല് തെന്നി പാളി അങ്ങ് എത്തും. ഇപ്പോൾ നല്ല അടിപൊളി മഴയാണ് കേട്ടോ, നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്നില്ലേ മഴയാണ്. പിന്നെ നമുക്ക് ശരിക്കും നല്ല മഴ പെയ്താൽ നമുക്ക് കാണത്തില്ല കേട്ടോ. നമുക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോഗ് പോലെ വരും. നമ്മൾ 2 സൈഡ് ഗ്ലാസും കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കയറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ശ്വസിക്കുന്ന ഈ കാറ്റൊക്കെ വന്നിട്ട് മറ്റേ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അല്ല AC ഉള്ള വണ്ടിയിൽ AC ഒക്കെ ഇട്ടാൽ മതി, അതങ്ങ് തന്നെ പോയിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി ഓടിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ചൂടാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ. ഈ എൻജിൻ പവർ ഇച്ചിരി കൂടിയ വണ്ടിയല്ലേ, അന്നേരം ബാക്കിൽ ഇതിൻ്റെ ചൂടടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം മെയിനായിട്ട് നമുക്ക് പറയാനുള്ള മഴക്കാലത്താണെങ്കിലും അല്ലെങ്കിലും വണ്ടിയൊക്കെ ഇപ്പം ഹെവി ലോഡും കാര്യങ്ങളൊക്കെ ഓടിച്ച് പോകുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ഒതുക്കി കൊടുക്കാൻ ശ്രമിക്കുക. എത്ര ബുദ്ധിമുട്ടിയാണ് വണ്ടി എടുത്തിട്ട് വരുന്നത്. അന്നേരം നമ്മൾ കൊണ്ട് അപ്പുറം ഇപ്പുറം ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ ഇച്ചിരി പാടാണ്. അങ്ങനെ ഞാനും പുള്ളിക്കാരനൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. സമയം പോണ്ടേ. ഈ ബസ്സൊക്കെ എന്ന് പറഞ്ഞാൽ കയറ്റി വളയ്ക്കും കേട്ടോ. ഇപ്പോൾ ബസ് വന്നില്ലേ, നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെ അല്ലായിരിക്കും, അതിൻ്റെ അപ്പുറത്തോട്ട് കയറ്റി വളയ്ക്കുമാർ നോക്കി ഇതാക്കൂല, മാറ്റിക്കോളും എന്നുള്ള ഇതിലും. ഒന്നാമതെ വളവും അല്ലേ അവിടെ, വളവും മഴയും എല്ലാം കൂടെ ആകുമ്പോഴത്തേന് ചൊറയാവും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഒരു ഇടത്തെ ഒരു കടയാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് ഷർട്ടൊക്കെ എടുത്തിട്ടുള്ളത് ആ 250 രൂപയേ ഉള്ളൂ, 250 ഉള്ളൂ. 250 സ്റ്റാർട്ടിങ്ങാണ്. പയ്യന്നൂരൊരു കടയാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കുണ്ടല്ലോ ഇങ്ങനെ ഉള്ള ഒരു സ്ഥലങ്ങൾ കാണാനുണ്ടേ. പഴയങ്ങാടി, മാടായിപ്പാറ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി വൃത്തിയുള്ള നല്ല സൂപ്പർ സ്ഥലമാണ്. ഇപ്പോൾ ഈ മഴ പെയ്യട്ടെ അല്ലെങ്കിലൊക്കെ വൈകുന്നേരമൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ചെറിയൊരു കുളം പോലൊക്കെയുള്ള ഒരു സ്ഥലമുണ്ട്, കാണാൻ നല്ല വൃത്തിയാണ്. എന്താ പറയുക, പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ ഈ സ്ഥലങ്ങളൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടല്ല പശുക്കൾ ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി റോഡ് ക്രോസ് ചെയ്താൽ നേരെ നമുക്ക് ശ്രദ്ധിക്കാൻ ഓടിക്കാൻ പറ്റില്ല. ഇതൊക്കെ പശു അവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടക്കുന്ന ഇതൊരു മാടായിപ്പാറ എന്ന് തന്നെ ഇനി പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുക. ഈ മറ്റേ പുല്ല് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്വർണ്ണപ്പുല്ല് പോലെ ഈ നെയ്പ്പുല്ല് പോലെ സംഭവം. അതൊക്കെ നല്ല ഭംഗിയാട്ടോ, അത് കാണാൻ തന്നെ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുക. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട്, ചെറിയൊരു കുളമുണ്ട്. ഈ കണ്ടോ, അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, അതൊരു കുളമാണ് കേട്ടോ. കറക്റ്റ് നമുക്ക് അവിടെ പോയിട്ട് കാണിക്കാനൊന്നും പറ്റില്ല, എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സമയമില്ല. അതുകൊണ്ട് വണ്ടി വിടുന്ന സമയത്ത് തന്നെ കാണിക്കും. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ടാറ്റാ.